ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ അക്കാദമിക് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫിസിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിന്റെ പേര് ലേൺ നോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അക്കാദമിക് അപ്ഡേറ്റ്സ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ജോബ് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി വേണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ഇതിലുണ്ട്. ഓക്കെ, ഇനി +2 കഴിഞ്ഞിട്ട് എനിക്ക് ജോലി വേണം, എനിക്ക് ക്വാളിഫിക്കേഷൻ +2 ആണ്, അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്കുള്ള വീഡിയോ ഇതിലുണ്ട്. അതല്ല എനിക്ക് 10th കഴിഞ്ഞിട്ട് ഇത് പഠിക്കണം, അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോസ് ഇതിലുണ്ട്. അതായത് എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫിസിക്സിലെ ഉന്നത പഠനത്തെ കുറിച്ച് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ BSc ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത്? MSc ഉണ്ട് നമുക്കറിയാം. ബാക്കി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോവാണ് മക്കളെ. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. ആഹാ, ഫിസിക്സ് കഴിഞ്ഞ് എനിക്ക് ഇത്രയും സാധ്യതകൾ തുറന്നു കിടക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഫിസിക്സ് ആഫ്റ്റർ BSc ഫിസിക്സ് പഠിച്ച് നമുക്കറിയാം MSc ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ MSc ചെയ്യാന്നുള്ള കാര്യം അറിയാലോ അല്ലെ. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc, അതുപോലെ തന്നെ വിവിധ കോളേജുകളിൽ MSc പ്രോഗ്രാമുകളെ സ്പെഷ്യലൈസേഷൻ അടക്കം വിവരങ്ങൾ അതത് കോളേജുകളുടെയോ അല്ലെങ്കിൽ സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകുന്നുണ്ട്. അപ്പൊ ഏതാണോ ഫിസിക്സ് അതിൽ ആ ഫിസിക്സ് ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കാര്യം, ഫിസിക്സ് മാത്രമല്ലല്ലോ, ഓരോ സ്പെഷ്യലൈസ്ഡ് ടോപ്പിക്കുകളുണ്ട്. അപ്പൊ അത് കാര്യങ്ങളും അതാത് വെബ്സൈറ്റിൽ ഏത് കോളേജിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം, MSc ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, MSc ചെയ്യാനാണ് ആഗ്രഹിക്കുകയെങ്കിൽ ഒന്നില്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc നോക്കാം, അല്ലെങ്കിൽ MSc ഫിസിക്സ് എന്ന് മാത്രമല്ല സ്പെഷ്യലൈസ്ഡ് ടോപ്പിക്സ് ഉണ്ടാവും, അത് നോക്കാം. അതൊക്കെ അറിയണമെങ്കിൽ ഏത് കോളേജിലാണോ പഠിക്കാനുള്ള ആഗ്രഹം ആ കോളേജിലെ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് MSc മാത്രമല്ല, ജസ്റ്റ് JEST ആ എക്സാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ഈ എക്സാം. എന്താണ്? BSc കഴിഞ്ഞു കഴിഞ്ഞാൽ, BSc ഫിസിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ജസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ JAM ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ്, ഈ എക്സാം BSc ഫിസിക്സ് കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമുകൾ തന്നെയാണ്. ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ നോക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 2 വർഷത്തെ PG ഡിപ്ലോമ ഇൻ കാർഡിയാക് ലാബ് ടെക്നോളജി, അതുപോലെ തന്നെ ന്യൂറോ ടെക്നോളജിയിൽ 2 വർഷത്തെ PG ഡിപ്ലോമ ഫിസിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? അപ്പോ ഏതൊക്കെ MSc എന്നൊരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. അത് ഏതാ കോളേജിൽ MSc ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, സ്പെഷ്യലൈസ്ഡ് ടോപ്പിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതായത് കോളേജുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, ഇനി വേറെ പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, റെപ്യൂട്ടഡ് കമ്പനീസിൽ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് എക്സാം എഴുതേണ്ടി വരും, JAM എക്സാം എഴുതേണ്ടി വരും. എന്തായാലും ഇനി കേരളത്തിൽ തന്നെ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ MSc ഫിസിക്സ് അല്ല, എനിക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എനിക്ക് പഠിക്കാൻ ആഗ്രഹം എന്നുള്ളവരാണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി 2 years PG ഡിപ്ലോമ ഇൻ കാർഡിയാക് ലാബ് ടെക്നോളജി ആൻഡ് ന്യൂറോ ടെക്നോളജി. ഒരുപാട് തൊഴിലവസരങ്ങൾ ഒരു ടോപ്പിക് തന്നെയാണ് ഇത്, കാർഡിയാക് ലാബ് ടെക്നോളജിയും അതുപോലെ തന്നെ ന്യൂറോ ടെക്നോളജി. ഓക്കെ, അപ്പൊ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അതായത് ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ്, ന്യൂറോ സയൻസ്, കമ്പ്യൂട്ടേഷൻ ബയോളജി എന്നിവയിലെ PhD, ഇന്റഗ്രേറ്റഡ് MSc, അതിൽ PhD, MTech PhD പ്രോഗ്രാമുകളെ പ്രവേശനത്തിന് യോഗ്യത തെളിയിക്കാനുള്ള ദേശീയ തലത്തിലുള്ള ടെസ്റ്റ് ആണ് ഏത്? ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, PhD ഇൻ ഫിസിക്സ്, തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ്, ന്യൂറോ സയൻസ്, കമ്പ്യൂട്ടേഷൻ ബയോളജി, ഇന്റഗ്രേറ്റഡ് MSc, PhD ആൻഡ് MTech പ്രോഗ്രാംസ്. അപ്പൊ ഇതിലേക്ക് ഈ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് യോഗ്യത തെളിയിക്കാൻ ദേശീയ തലത്തിലുള്ള ടെസ്റ്റ് ആണ് ഈ ജസ്റ്റ് എന്നുള്ള എക്സാം എന്ന് പറയുന്നത്, ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് വഴി നമുക്ക് ഏതൊക്കെ കോളേജുകളിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക
കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കോളേജുകളിൽ കേട്ടോ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് കോളേജുകളിൽ നമുക്ക് എന്ത് കിട്ടും, അഡ്മിഷൻ കിട്ടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നൈനിറ്റാൾ, ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത, ഹോമി ഭാഭ മുംബൈ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ഭുവനേശ്വർ, നാഷണൽ ബ്രെയിൻ റിസർച്ച് സെന്റർ ഹരിയാന. അതുപോലെ തന്നെ തിരുവനന്തപുരത്തേതടക്കം 7 ISRകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു, IIST തിരുവനന്തപുരം തുടങ്ങി ദേശീയ തലത്തിലെ 30-ലേറെ ശ്രേഷ്ഠ സ്ഥാപനങ്ങൾ ഈ ടെസ്റ്റിലെ സ്കോർ നോക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടെസ്റ്റ് ആണ് JEST എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് എന്താണ് പറയുന്നത്? ഫിസിക്സ്, തിയറിറ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ്, ന്യൂറോ സയൻസ്, കമ്പ്യൂട്ടേഷൻ ബയോളജി എന്നിവയിലെ PhD, ഇന്റഗ്രേറ്റഡ് MSc, PhD, M.Tech, PhD പ്രോഗ്രാമുകളെ പ്രവേശനത്തിന് യോഗ്യത തെളിയിക്കാൻ ദേശീയ തലത്തിലുള്ള ടെസ്റ്റ് ആണ് ഏത്? ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നൈനിറ്റാൾ, ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത, ഹോമി ഭാഭ മുംബൈ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ഭുവനേശ്വർ, നാഷണൽ ബ്രെയിൻ റിസർച്ച് സെന്റർ ഹരിയാന, തിരുവനന്തപുരത്തേതടക്കം 7 ISRകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു, IIST തിരുവനന്തപുരം തുടങ്ങി ദേശീയ തലത്തിലെ 30-ലേറെ ശ്രേഷ്ഠ സ്ഥാപനങ്ങൾ ഈ ടെസ്റ്റിലെ സ്കോർ നോക്കി തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. ഇനി അടുത്തതാണ് ഏത്? JAM എന്ന് പറയുന്നത് അല്ലെ. JAM എന്ന് പറയുമ്പോൾ ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് എന്നാണ് അല്ലെ. എന്താണ്? ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ്. അത് എന്ത് എക്സാം ആണ്? അതായത് IITകളിലെ MSc, ഇന്റഗ്രേറ്റഡ് MSc, PhD, MSc, MS അടക്കം പോസ്റ്റ് ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാമുകൾ, ബാംഗ്ലൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഇന്റഗ്രേറ്റഡ് PhD, NITകൾ, ISRകൾ, അതുപോലെ തന്നെ ശിവപൂർ IIEST, പഞ്ചാബ് SIELT ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായമുള്ള സ്ഥാപനങ്ങളിലെ PG പ്രോഗ്രാമുകൾ എന്നിവയിലെ പ്രവേശനത്തിനുള്ള ദേശീയ പരീക്ഷയാണ് ഇത് JAM എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നാഷണൽ എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ ടു പോസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ് ഇൻക്ലൂഡിംഗ് MSc, integrated MSc, PhD, MSc, MS in IIT, integrated PhD in Indian Institute of Science, Bangalore, PG programs in NIT, IISR, Shivpur, IIEST, Punjab, SIELT and other centrally aided institutions. അപ്പോൾ ഇവിടേക്കുള്ള സെലക്ഷൻ ടെസ്റ്റ് ആണ് ഏത്? ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 2 വർഷത്തെ 2 years PG ഡിപ്ലോമ ഇൻ കാർഡിയാക് ലാബ് ടെക്നോളജി ആൻഡ് ന്യൂറോ ടെക്നോളജി ഉണ്ട് അല്ലെ. ഇനി MSc കഴിഞ്ഞവരാണെങ്കിൽ, അപ്പൊ BSc കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് മുന്നിലുണ്ട്. ഇനി MSc കഴിഞ്ഞവരാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. ആദ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് സയൻസ് ടെക്നോളജിയിൽ തിരുവനന്തപുരത്ത് M.Tech ഇൻ പവർ ഇലക്ട്രോണിക്സ് ചെയ്യാം, എർത്ത് സിസ്റ്റം സയൻസിൽ M.Tech ചെയ്യാം, മെഷീൻ ലേണിംഗ് ആൻഡ് കമ്പ്യൂട്ടിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് മെഷീൻ ലേണിംഗ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം ടെക്നോളജിയിൽ ചെയ്യാം, ജിയോ ഇൻഫോർമാറ്റിക്സിൽ ചെയ്യാം, ഓപ്റ്റിക്കൽ എഞ്ചിനീയറിംഗിൽ MSc കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം? M.Tech ചെയ്യാം, പവർ ഇലക്ട്രോണിക്സ്, എർത്ത് സിസ്റ്റം സയൻസ്, മെഷീൻ ലേണിംഗ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം ടെക്നോളജി, ജിയോ ഇൻഫോർമാറ്റിക്സ്, ഓപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയവരെ M.Tech ചെയ്യാം. അതുപോലെ തന്നെ ഭാരതിയാർ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂരിൽ PhD ഇൻ മെഡിക്കൽ ഫിസിക്സ് ചെയ്യാം, മെഡിക്കൽ ഫിസിക്സിലാണ് PhD. ഇനി അടുത്ത ഏതാണ്? DY പട്ടീൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി കൊലാപൂർ മഹാരാഷ്ട്രയിലെ മെഡിക്കൽ ഫിസിക്സിൽ PhD ചെയ്യാം, PhD ഇൻ മെഡിക്കൽ ഫിസിക്സ് അല്ലെ. ഇനി എയിംസ് ന്യൂഡൽഹിയിൽ PhD ഇൻ മെഡിക്കൽ ഫിസിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലെ 2 year ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ഫിസിക്സ് ചെയ്യാം. പിന്നെ അടുത്തത് ഏതാണ്? BARC അതായത് ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ 1 year ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ഫിസിക്സ് ചെയ്യാം. അപ്പൊ MSc ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് മക്കളെ ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹയർ എഡ്യൂക്കേഷൻ ഫിസിക്സ് ആണ്. BSc കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നില്ലെങ്കിൽ MSc ചെയ്യാം, അല്ലെങ്കിൽ ഈ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാം, JEST, അതുപോലെ തന്നെ JAM, ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് അല്ലെ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അതല്ല ആ ടെസ്റ്റുകളൊന്നും എഴുതാൻ എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് വേഗം പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ 2 years PG ഡിപ്ലോമ ഇൻ കാർഡിയാക് ലാബ് ടെക്നോളജി ആൻഡ് ന്യൂറോ ടെക്നോളജി എവിടെ തന്നെയുണ്ട്? തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ഇനി അതല്ല MSc കഴിഞ്ഞവരാണെങ്കിൽ എന്ത് ചെയ്യാം? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരത്ത് M.Tech ഇൻ പവർ ഇലക്ട്രോണിക്സ് ചെയ്യാം, എർത്ത് സിസ്റ്റം സയൻസ് ചെയ്യാം, മെഷീൻ ലേണിംഗ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം ടെക്നോളജി, ജിയോ ഇൻഫോർമാറ്റിക്സ്, ഓപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ്. കണ്ടോ എത്ര ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഭാരതിയാർ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂരിലെ PhD ഇൻ മെഡിക്കൽ ഫിസിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഏതാണ്? DY പാട്ടീൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി കൊലാപൂർ മഹാരാഷ്ട്രയിലെ മെഡിക്കൽ ഫിസിക്സിൽ PhD ചെയ്യാം. എയിംസ് ന്യൂഡൽഹിയിൽ PhD ഇൻ മെഡിക്കൽ ഫിസിക്സ് ചെയ്യാം. ഒസ്മാനിയ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലെ 2 year ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ഫിസിക്സ് ചെയ്യാം. അതുപോലെ തന്നെ BARC ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ 1 year ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ഫിസിക്സ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങള്
ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് മക്കളെ നിങ്ങളുടെ ഫ്രണ്ടിൽ തുറന്നു കിടക്കുന്നത്. സോ ഫിസിക്സ് കഴിഞ്ഞവരാണെങ്കിൽ സമയം ഒട്ടും കളയാതെ എന്താണ് ഭാവി പരിപാടി എന്നുള്ള കാര്യം പ്ലാൻ ചെയ്യുക. ഓക്കെ, സോ ഇതുപോലത്തെ വീഡിയോസ് ആണ്, ഇത് മാത്രമല്ല ജോബ് അപ്ഡേറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ ടൈം, ബൈ.